പറയാൻ വാക്കുകളില്ല. യു എയുടെ ഏറ്റവും മനോഹരമായ പ്രദേശം, ആയിരക്കണക്കിന് വർഷത്തിന്റെ പാരമ്പര്യം. നമ്മളിന്ന് നിൽക്കുന്നത് യു എയിലെ ഒരു വിസ്മയത്തിന് മുന്നിലാണ്, അൽ ഐൻ ഒയാസിസ്. 4000 വർഷം പഴക്കമുള്ള ഈ മരുപ്പച്ച വെറുമൊരു ഈന്തപ്പനത്തോട്ടങ്ങൾ മാത്രമല്ല, മറിച്ച് യു എയിലെ പഴയ ആളുകൾ പ്രകൃതിയെ എങ്ങനെ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണം കൂടിയാണ്. ഇവിടുത്തെ ഏറ്റവും ആകർഷണീയമായ കാര്യം ഈ കാണുന്ന ഫലജ് ജലസേചന രീതിയാണ്. മലമുകളിൽ നിന്ന് കിലോമീറ്ററുകളോളം താണ്ടിയെത്തുന്ന വെള്ളമാണ് ഈ ഈന്തപ്പനയ്ക്ക് ഉപയോഗിക്കുന്നതും. കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത്. ഇവിടെ നോക്കൂ, കണ്ണെത്താ ദൂരത്തോളം ഈന്തപ്പനകൾ മാത്രമാണ്. ഏകദേശം 1.5 ലക്ഷത്തിനടുത്ത് മരങ്ങൾ ഇവിടെ കാണും. ഈ കാണുന്ന മഡ് ബ്രിക്ക് മതിലുകൾ പോലും പഴയ ആ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഈന്തപ്പനകൾ മാത്രമല്ല കേട്ടാ, ഇതിന്റെ തണലിൽ മാവ്, വാഴ, ഓറഞ്ച്, അത്തിപ്പഴം തുടങ്ങിയ ഒട്ടനവധി പഴവർഗ്ഗങ്ങളും ഇവിടെ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ മരുഭൂമിയിലെ ഒരു മാജിക് ഗാർഡൻ എന്ന് തന്നെ പറയാം. ഈ പ്രകൃതിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? നിങ്ങളിലെ എത്ര പേര് ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്? താഴെ കമന്റ് ചെയ്യൂ. എങ്ങനെയുണ്ട്? മധുരമുണ്ടോ? പറയാൻ വാക്കുകളില്ല. മധുരമുണ്ടോ? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം. ഫലജ് എന്നാണ് ഇത് അറിയുന്നത്. മലകളിൽ നിന്ന് കിലോമീറ്ററുകളോളം താണ്ടി വെള്ളം എത്തിക്കുന്ന പുരാതന വിദ്യ. പണ്ടുകാലത്ത് പമ്പുകൾ ഒന്നും ഇല്ലാത്ത സമയത്ത് ഭൂമിയുടെ ഗ്രാവിറ്റി അനുസരിച്ചാണ് ഈ കാണുന്ന തോട്ടങ്ങളിലൊക്കെ ജലസേചനം നടത്തിയിരുന്നത്. വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതുപോലത്തെ സൈക്കിളോ ഇലക്ട്രിക് ബാഗിയോ ഉപയോഗിക്കാം എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ സൈക്കിളിലൊക്കെ പോകുന്നതും ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഈ കാണുന്ന പടവുകൾ കണ്ടോ? ഇത് വെറുമൊരു സ്റ്റെയർ കേസ് അല്ല. പണ്ടുകാലത്തൊക്കെ ഇവിടുത്തെ ഫലജ് ചാനലുകളിൽ വെള്ളം നിയന്ത്രിക്കാനും അവ വൃത്തിയാക്കാനുമൊക്കെ കർഷകർ ഉപയോഗിച്ച ഒരു വഴിയായിരുന്നു. മണ്ണും ഈന്തപ്പന തടിയും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പടവും ഇന്നും ഇവിടെ കാണാം. സാധാരണയായി ഇവിടെ പ്രവേശനം 9 തൊട്ട് വൈകുന്നേരം 5:30 വരെയാണ്. പ്രവേശനം ഇവിടെ സൗജന്യമാണ്. നടന്നു കാണാൻ ഇഷ്ടമുള്ളവർ അതും ചെയ്യാം. അതുമല്ലെങ്കിൽ സൈക്കിളുകളും ഇലക്ട്രിക് ബാഗുകളും വാടകയ്ക്കും എടുക്കാം. ഇത് നമുക്ക് ആദ്യം തന്നെ പുറത്ത് ഇവിടെ കാണാം. മ്യൂസിയത്തിൻ്റെ അതേ ഒരു മോഡലാണ് ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും അടുത്തൊരു വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം, അല്ലേ? അപ്പോൾ ഈ സ്ഥലത്ത് പോയ ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.